ഗൈസ്, ഇന്നൊരു പുതിയ കഥാപാത്രത്തിന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടാ. പക്ഷേ ഈ ഒരു കഥാപാത്രത്തിന് ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താണെന്നല്ലേ പറഞ്ഞുതരാം. ഇപ്പൊ രാവിലെ തന്നെ ഫാമിലേക്ക് കയറി കഴിഞ്ഞാൽ ആദ്യം തന്നെ ഞാൻ പോണത് നമ്മുടെ വാട്ടർ ലില്ലീസ് ഉള്ള പോണ്ടിന്റെ അടുത്ത് കയറാനായി. ഏതൊക്കെ കളേഴ്സിലുള്ള പൂ വിരിഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ എന്നും നോക്കാം. അതിൽ തന്നെ ഒരു വയലറ്റ് കളറുള്ള പൂ ഏകദേശം ഉണങ്ങാറായിട്ടാ. 3 ദിവസമൊക്കെ ഇത് വിരിഞ്ഞ് നിൽക്കാറുള്ളൂ. ചെറിയ റോസാപ്പൂവിന്റെ മണാട്ടാ. നല്ല സുന്ദരികളായിട്ടുള്ള പെമ്പിളരുണ്ടെങ്കിൽ കൊടുക്കായിരുന്നു. ഇതുപോലെ ചുവട്ടിലൊക്കെ വെച്ച് 2-3 സെൽഫി ഒക്കെ എടുക്കായിരുന്നു. സോറി, ടോപ്പിക്കിൽ നിന്ന് മാറിപ്പോയിട്ടാ. ഇവന്മാരൊക്കെ ഈ ഗേറ്റിന്റെ അവിടെ നിന്നിട്ട് ഗോഷ്ടി കാണിച്ച് പേടിച്ചോടുന്നത് ആരെ കണ്ടിട്ടാണെന്നറിയോ? ഈ കാണുന്ന നായക്കുട്ടന്മാരെ കണ്ടിട്ടല്ലാട്ടാ. ഏകദേശം ഒരു 7 മാസം മുന്നാട്ടാ 2000 രൂപയ്ക്ക് ഞാൻ 8 കോഴിക്കുട്ടികളെ വാങ്ങിച്ചത്. അതിൽ കുറെ എണ്ണം മരപ്പെട്ടി നായും പിടിച്ച് 2 ബാക്കി. അതിലൊരാളാണ് നമ്മുടെ ഈ കാണുന്ന ഗിരിരാജ്. പക്ഷെ നമ്മുടെ ഇന്നത്തെ മെയിൻ ക്യാരക്ടർ ഇവളല്ല കേട്ടാ, നമ്മുടെ ഗിരിരാജനാണ്. മുതിർന്ന ആൾക്കാരെ പറന്നുകൊത്തലും കുഞ്ഞി പിള്ളേരെ ഓടിച്ചിട്ട് ചാടിക്കൊത്തലാട്ടാ ഇവന്റെ മെയിൻ ഹോബി. ഇവിടുത്തെ നായക്കുട്ടികൾ ഒന്നും ചെയ്യില്ലെങ്കിലും ഗിരിരാജനെ അറിയണ ആരും നമ്മുടെ ഗേറ്റ് കടന്നിട്ട് വീടിനുള്ളിലേക്ക് വരാറില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ നായക്കുട്ടികളുടെ മെയിൻ ശത്രു നമ്മുടെ ഗിരിരാജനായിരുന്നു. പക്ഷെ ഞാൻ മുന്നേ പറഞ്ഞല്ലോ, നമ്മുടെ കഥാപാത്രം ഗിരിരാജന് ചെറിയൊരു കുഴപ്പമുണ്ട്. കാരണം ഗിരിരാജൻ ഇപ്പോ ജീവിച്ചിരിക്കണില്ല. ഇന്നലെ രാത്രി മരപ്പെട്ടി പിടിച്ചു ഗൈസ്. ഇപ്പൊ നമ്മുടെ മെയിൻ ശത്രു ഗിരിരാജൻ ഇല്ലാണ്ടായ എന്റെ സന്തോഷത്തിലാട്ടാ നമ്മുടെ നായ്ക്കുട്ടികൾ. വെറും സന്തോഷമല്ല, ഡബിൾ സന്തോഷമാണ്. കാരണം ഗിരിരാജനെ കറി വെച്ചിട്ട് അമ്മ ഇവന്മാർക്ക് എന്നെ കൊടുത്തത്.